ഹായ് സുഹൃത്തുക്കളെ, ഈ 2026 ജൂൺ 2-ാം തീയതി നമുക്ക് വ്യാഴം മാറുകയാണ്. അതായത് 1-ാം തീയതി മാറി 2-ാം തീയതി മുതൽ നമുക്കത് പ്രാബല്യത്തിൽ വരുന്നെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് ഈ ഓരോ രാശിക്കാർക്കും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ എന്തൊക്കെ ദിനം രാശിയിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കർക്കിടക രാശിയിലോട്ട് രാശി മാറ്റം നടത്തുകയാണ്. അപ്പം ഈ ഓരോ രാശിക്കാർക്കും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ എന്തൊക്കെ പക്ഷേ പൊതുവേ ഇത് വ്യാഴമാണ്. അത് പ്രതികൂലമായിട്ട് വരത്തില്ല, എല്ലാം അനുകൂലമായിട്ട് മാത്രമേ കൊണ്ടുവരുള്ളൂ. അതാണ് വ്യാഴത്തിൻ്റെ ഒരു നന്മയെന്ന് പറയുന്നത്. അപ്പം വലുപ്പത്തിൽ ഏറ്റവും വലുതും ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്നതും അല്ലെന്നൊരു എല്ലാ കാര്യത്തിലും വ്യാഴമാണ്. അതായത് ഉൽപ്പത്തിയുടെ ഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. ഈ സൃഷ്ടിയുടെ ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത്. അതുപോലെ ശത്രുക്കൾ വളരെ കുറവുള്ള ഒരു ഗ്രഹമാണ്. വ്യാഴമെന്നുള്ള സാത്വികനാണ്. അപ്പം ഈ വ്യാഴമാണ് മാറുന്നത്. അപ്പോൾ ശനിദശയിലും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പോലും ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള നല്ല ഗുണങ്ങൾ ലഭിക്കും. ആകെ ഈ വ്യാഴത്തിൻ്റെ ശത്രുക്കളെന്ന് പറഞ്ഞാൽ രാഹുവും കേതുമാണ്. ബാക്കി ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള ആണ് വ്യാഴത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പം ഈ ഇങ്ങനെയുള്ള ഒരു വ്യാഴം മാറുമ്പോൾ നമുക്ക് പൈസ, സമ്പത്ത്, സൽകീർത്തി, അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുക, ഇങ്ങനെയൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എസ്പെഷ്യലി എന്ന് പറഞ്ഞാൽ പൈസ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന വരുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കല്യാണം കഴിക്കാൻ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ, അപ്പം ചിലപ്പോൾ വീട് വെക്കുന്നവർക്ക്. അപ്പോൾ ഓരോ പൊസിഷൻ മാറുന്നതിൻ്റെ അനുസരിച്ച് നല്ലതായിട്ടുള്ള ഈ ഒരു ട്രാൻസിഷൻ്റെ ആ മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിട്ട് നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ചില ആൾക്കാർ കണ്ടകശനി, ഏഴരശനി, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഇന്നൊക്കെ ആണെങ്കിലും ഈവൻ ദശാസന്ധി, ചില രാഹുർദശ, കേതുദശ, അങ്ങനെയുള്ള സമയത്ത് പോലും വിളിക്കാതെ വരുന്ന ഒരു അതിഥിയാണ് നമുക്ക് ഈ പറയുന്ന വ്യാഴമെന്ന് പറയുന്നത്. അപ്പം വ്യാഴം ഒരു സാത്വികനാണ്. വ്യാഴത്തെപ്പറ്റി പറയാനാണ് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ രാശിക്കാരെ പറ്റി പറയുന്നതിന് മുമ്പ് അതിൻ്റെ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമ്മൾ വ്യാഴം എന്താണ്, വ്യാഴത്തിൻ്റെ നന്മ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം പറഞ്ഞ മതി. എല്ലാ ഗ്രഹങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്. പിന്നെ എല്ലാ 60 വർഷം കൂടുമ്പോഴും ശനിയും ഈ പറയുന്ന വ്യാഴവും കൂടെ മേടത്തിൽ സംഗമിക്കും. പിന്നെ ഇതിൻ്റെ 144 വർഷത്തെ അങ്ങനെ പല കണക്കുണ്ട് ഇവിടെ കുംഭമേളയായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അത് നമുക്കിത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാണ്. അതേമാതിരി ഈ വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 1 വർഷമാണ്. അതായത് നമുക്ക് 12 രാശിയിലാണല്ലോ ഉള്ളത്. അപ്പം ഓരോ രാശിയിലും ഓരോ വർഷം വെച്ച് 12 വർഷമാണ് ഇങ്ങനെ ട്രാൻസിഷൻ പീരീഡ്. അപ്പോൾ അത് 1 വർഷം, ഒരു രാശിയിൽ 1 വർഷം. അപ്പോൾ ഇടയ്ക്ക് പിന്നെ വക്രത്തിൽ പോവും. അതിപ്പോൾ എല്ലാം കൂടി ഇതിനകത്ത് കൺഫ്യൂഷനായിപ്പോവും. അപ്പോൾ വക്രത്തിൽ പോകുമ്പോൾ പിന്നെ നമ്മൾ പുതിയ ഫലങ്ങൾ പറയേണ്ടി വരും. അതിൻ്റെ ടൈം ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു വ്യാഴമെന്ന് പറയുന്നത് നമ്മുടെ ടെമ്പിള്, അമ്പലങ്ങൾ, അതുപോലെ സോഷ്യൽ പ്ലേസ്, ഇങ്ങനെയുള്ള ഇത്, അതുപോലെ കോർട്ട്, നമ്മുടെ കോടതികൾ, കോളേജ്, അങ്ങനെയുള്ള ഏരിയ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാഴമാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതേമാതിരി ഈ വ്യാഴത്തിൻ്റെ മെറ്റൽ ഗോൾഡും ടിന്നുമാണ്. അതുപോലെ വ്യാഴം എന്ന് പറഞ്ഞാൽ സ്പിരിച്വലാണ്, എത്തിക്കലാണ്, നല്ല സന്മാർഗീയമായിട്ട് ജീവിതം നയിക്കുന്ന ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ വ്യാഴം അങ്ങനെയൊക്കെ ആ ഒരു റേഡിയേഷനാണ്. ഗുരുക്കന്മാരുടെ റേഡിയേഷൻ, നിയമങ്ങളുമായിട്ട് അങ്ങനെയുള്ള റിലീജിയൻസ് ആയിട്ടുള്ള റിലേഷനുണ്ട്. അതുപോലെ ഫൈനാൻസുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ട്. ഈ ആന, പിന്നെ ഈ നമ്മുടെ ഹോസ്, അതേമാതിരി നമ്മുടെ മൂങ്ങ, അതേമാതിരി പീക്കോക്ക്, ഇതൊക്കെ ഈ ഒരു റേഡിയേഷന് വരുന്നതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു ശത്രുക്കളെന്ന് പറഞ്ഞാൽ രാഹുവും കേതുവേ ഉള്ളൂ. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വന്ന 6ഉം 8ഉം പൊസിഷന് നമുക്ക് ഈ പറയുന്ന നമ്മുടെ വ്യാഴം അത്ര അനുകൂലമല്ല. 6ഉം 8ഉം ബാഡ്. പിന്നെ 10ാമത്തെ ഹൗസും അത്ര ഫേവറബിൾ അല്ല. അതൊരു മിക്സായിട്ടുള്ള ഒരു ഗുണമാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ആംഗിളിൽ 159261037114812 അങ്ങനെ ഏതെങ്കിലും ഒരു കണക്ടിവിറ്റിയിൽ വ്യാഴവുമായിട്ട് രാഹുവോ കേതുവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ 6ലും 8ലും വ്യാഴം നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സപ്പോസ് അബോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 8ലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ കുട്ടികൾ ലേറ്റായിട്ടുണ്ടാവുക, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഗുരുവിനെ പോസിറ്റീവ് ആക്കേണ്ടതായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒടുവിൽ നമ്മൾ ഗുരുവിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മം പറഞ്ഞു തരുന്നുണ്ട്.
അതുപോലെ ഈ പറഞ്ഞ ഏതെങ്കിലും ആംഗിളിൽ രാഹുവോ കേതുവോ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വ്യാഴവുമായിട്ട് വരുമ്പം കണക്റ്റായി വരുമ്പം വ്യാഴം നെഗറ്റീവ് ആവും. അപ്പം വ്യാഴത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പല മെഡിക്കൽ ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാറ്റ്, ആൾക്കാർക്ക് ഒബിസിറ്റി, ഭയങ്കര തടി കൂടുക എടുക്കുക, അതുപോലെ ബോൺമാരോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം വരുന്നത്, അതുപോലെ ആർട്ടറിയെ പ്രത്യേകിച്ച് ഫാറ്റ് ലിവറൊക്കെ ഉണ്ടാകുന്ന വ്യാഴം നെഗറ്റീവ് ആകുന്ന ആൾക്കാർ ഫാറ്റ് ലിവർ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ ചില ആൾക്കാരിൽ തൈറോയ്ഡ് ഭാഗം, അതായത് മൂന്നാം ഭാവമൊക്കെ പ്രത്യേകിച്ച് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ഒബിസിറ്റി, ഡയബറ്റീസ്, ബ്രീത്തിങ് റിലേറ്റഡ് ഇഷ്യൂ, ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, അങ്ങനെയൊക്കെ ഉള്ള വ്യാഴം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ ചില ഡയറക്ഷനിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റൊക്കെ വരുവാണെന്ന് വരിൽ നമുക്ക് വാസ്തുപരമായിട്ട് പല ദോഷമുണ്ടെന്ന്. അപ്പം ഈ ഗുരുവിൻ്റെ ഭരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനാണെന്ന് മനസ്സിലാക്കുക. നോർത്ത് ഈസ്റ്റ് എന്നാണ് ഈശാന കോണം. പ്രത്യേകിച്ച് ഇതൊരു ക്രിയേറ്റിവിറ്റിയുടെ ഡയറക്ഷനാണ്. നമുക്ക് നല്ല തിങ്കിങ് ഉണ്ടാകാൻ, നല്ലതായിട്ടുള്ള നമ്മുടെ ബിസിനസ്സിനകത്തൊക്കെ ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ നല്ല ക്രിയേറ്റിവിറ്റി ഐഡിയ ഒക്കെ വേണം. അപ്പം ഇവിടെ വാസ്തുപുരുഷൻ്റെ തലയായിട്ട് ഈ ഒരു ഡയറക്ഷൻ വരും, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്നാണ്. അപ്പം അവിടെ ഒരു കാലപുരുഷൻ്റെ തലയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൈഡിൽ ഒരു കാരണവശാൽ ഹെവി കൺസ്ട്രക്ഷന് ചെയ്യാതിരിക്കാൻ വേണ്ടി വളരെ കെയർഫുൾ ആയിരിക്കുക. കാരണം അത് ഗുരുവാണ്, പ്രകൃതിയെ ഭരിക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ തലയാണ്. അപ്പം ആ ഗുരു എന്ന് പറഞ്ഞു ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്. മാത്രമല്ല നമ്മൾ ഇതിനകത്ത് ഓരോ പഞ്ചഭൂതങ്ങളെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 60% വെള്ളവും 40% ഈ പറഞ്ഞ എർത്തും അങ്ങനെയുള്ള ഒരു പോർഷനാണ്. അതായത് ഉൽപ്പത്തി അവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. അതായത് അവിടെ ഏറ്റവും ചെറിയ പ്ലാന്റുകളൊക്കെ കിളുത്ത് വന്ന് അവിടെ ഡയറക്ഷനൊക്കെ ഒന്ന് മാറുന്ന ഒരു സ്ഥലമാണ് ഈ ജൂപ്പിറ്ററിൻ്റെ ഈ ഒരു ബിന്ദു എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളോ അവിടെ വളരെ ശുദ്ധബുദ്ധിയായിട്ടോ കാര്യങ്ങളൊക്കെ നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ പല രീതിയിൽ നമുക്ക് പല ഒബ്സ്റ്റക്കിളും കാര്യങ്ങളും ഒക്കെ വരാനെടുക്കാനും ഒക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ്. പിന്നെ ഈ ഒരു ഡയറക്ഷൻ നിങ്ങൾ ടോയ്ലറ്റോ കാര്യം വെച്ച് കഴിഞ്ഞാലും അവിടുത്തെ കുട്ടികൾക്കോ അങ്ങനെ മുതിർന്നവർക്കോ ഉള്ള ആൾക്കാർക്കോ ഹെവി ആയിട്ടുള്ള ഷുഗർ പേഷ്യൻസായിട്ട് വന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള വയറ് സംബന്ധമായിട്ട് ഫാറ്റ് ലിവറായിട്ടുള്ള ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ, അങ്ങനെയും വൃത്തിയായിട്ടിനകത്തെ ഗുരു ചിലപ്പോൾ പോസിറ്റീവായി കഴിഞ്ഞാൽ പോലും ഇങ്ങനെയും ആ ഒരു ഇത്ര ഒരു പീരീഡ് ടൈം കഴിയുമ്പോഴത്തേന് ഒരു 3 വർഷം ഇങ്ങനെയൊക്കെ ഉള്ള ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ ഒരു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലും വന്നിട്ട് വ്യാഴത്തെ നെഗറ്റീവ് ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൂടെ കൂടി മനസ്സിലാക്കുക. ഈവൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനുണ്ട്. അപ്പോഴാണെങ്കിലും രാഹുവ ഭരിക്കുന്നത്. രാഹു അവിടെ പോലും നമ്മളത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ പോലും ഇങ്ങനെയുള്ള ചില കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എനർജി പാസ് ചെയ്ത്, അവിടുത്തെ ഒരു എനർജി അങ്ങനെ ആയാലും പാസ് ചെയ്ത് അത് ഈ ജൂപ്പിറ്ററിൻ്റെ സൈഡിലോട്ട് വന്ന് ഇവിടുത്തെ പോസിറ്റിവിറ്റിയൊക്കെ തടസ്സപ്പെടുത്താനൊക്കെ ഉള്ള സാധ്യതയുണ്ടെന്നുള്ള ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം നമുക്കിനി ഓരോ നാളുകളെ പറ്റി ഒന്ന് നോക്കാം. മിഥുനൻ രാശി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 നാളുകളെന്ന് പറഞ്ഞാൽ മകയിരം, തിരുവാതിര, പുണർദം. മകയിരത്തിൻ്റെ പകുതിയാണ് തിരുവാതിര, പുണർദത്തിൻ്റെ 3/4 ഭാഗം. ഇത്രയാണ് ഇതിനകത്ത് നോക്കുന്നത്. അപ്പം ഇതിനകത്ത് മകയിരത്തെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വയാണ്, ഗുരുകർമ്മയാണ്. അതുപോലെ തിരുവാതിരയെ കൺട്രോൾ ചെയ്യുന്ന രാഹുവാണ്, ശുക്രകർമ്മയാണ്. അതുപോലെ പുണർദത്തെ കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ്, ശനികർമ്മയാണ്. അപ്പോൾ ഈ കർമ്മ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു. ഈ കർമ്മയുടെ അനുസരിച്ച് ഇവർക്ക് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ, കാര്യങ്ങളെ, സ്വഭാവങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ പല രീതിയിലുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള സ്വഭാവത്തിൻ്റെയോ പഠിക്കാനുള്ളോ അല്ലെ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഇതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. അതുകൊണ്ട് ഈ കർമ്മ പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്യുക. രാശിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഇവർക്ക് 2ലേക്കാണ്. അപ്പം നമുക്ക് പല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഗെയിന്, താല്പര്യങ്ങൾ, നമുക്ക് നല്ല നേട്ടങ്ങളെ, സൗഭാഗ്യം, സന്തോഷകരമായിട്ടുള്ള ജീവിതങ്ങളെ ഒക്കെ വരാനും എവിടെന്നേലും ഒക്കെ എന്തെങ്കിലും ധനം സമാഹരിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. അതേപോലെ എന്തെങ്കിലും നമ്മുടെ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്നുള്ള
അല്ലെന്നൊരു വരുമാനം എന്തെങ്കിലും കിട്ടാനോ, അല്ലെന്നൊരു നമ്മുടെ പേരൻസൊക്കെ എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മുടെ പേര് ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു തുടങ്ങാനോ എടുക്കാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം കൂടെ വരുന്നത് മാത്രമല്ല, നല്ല ലക്ഷറീസ് ആയിട്ട് നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം, നല്ല പേഴ്സണൽ നല്ല ഒരു ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടല്ലെന്നിലും നമുക്ക് നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതവും പിന്നെ എന്തെങ്കിലും നല്ല ഫുഡ് ആഹാരങ്ങളൊക്കെ കഴിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നതാണ്. അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ഓൺലൈൻ ജോബ് ചെയ്യുന്ന ആൾക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ബാങ്ക് ലോണ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബാങ്കിൻ്റെ ലോണൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് ആ ബാങ്ക് ലോണൊക്കെ പാസ്സായി വരാനൊക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. കാരണം എന്തെങ്കിലും ഒരു സപ്പോസ് ഒരു പ്രശ്നമായിട്ടോ ഡോക്യുമെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയമുള്ളായിരുന്ന ആൾക്കാർക്ക് അതൊക്കെ മാറാനെടുക്കാനുള്ളൊരു സാഹചര്യങ്ങൾ, അതേ ലോൺ നമ്മൾ വിചാരിക്കത്തില്ല എന്ന് പറഞ്ഞതായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്ന ആ തടസ്സങ്ങൾ മാറി ലോൺ കിട്ടാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യങ്ങളും ഈ സമയത്ത് നിലവിലുണ്ട്. മാത്രമല്ല, നമ്മളിന്ന് കടം കൊടുത്തിട്ടുള്ള പൈസ ഒക്കെ തിരിച്ച് കിട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള. അതുപോലെ ഓൺലൈൻ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. എന്തെങ്കിലും ജോബ് കൂടുതലായിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കിട്ടാനോ അല്ലെങ്കിൽ അത് പുതിയ എന്തെങ്കിലും എഗ്രിമെൻറ്റ് തരപ്പെടുത്താനോ ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമാണ്. നമുക്ക് ജോബ് സ്റ്റാറ്റസിൽ ജോബിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു നല്ല അംഗീകാരം, പദവി അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കിട്ടാനുള്ള സാഹചര്യങ്ങളും, അതുപോലെ ജോബ് എന്തെങ്കിലും CV ഒക്കെ അയച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരു നല്ല എളുപ്പം ഇതൊക്കെ പാസ്സായി വരാനെടുക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യങ്ങളാണ് ഇവർക്ക് നിലവിലുള്ള. മാത്രമല്ല, എന്തെങ്കിലും ഹെവി ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ഇതായിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടെന്നാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും അതിൽ നിന്നൊരു മോചനം വരാനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ലൊരു സാഹചര്യമാണ്. അവർക്കല്ല നല്ല എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം റിലേറ്റഡ് ആയിട്ടുള്ള സങ്കടങ്ങൾ, ദുഃഖങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെന്നൊരു അതൊക്കെ മാറിയെടുത്ത് പൊതുവെ നല്ല ഒരു സാഹചര്യങ്ങൾ വന്നു ചേരാനുള്ള സമയമാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. ഈ ബർത്തിയായിട്ട് നല്ല വ്യാഴം നിൽക്കുന്ന ആൾക്കാർക്ക് ലോട്ടറി പോലും അടിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ നല്ല വ്യാഴം നല്ല രാഹുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള ഒരു യോഗം കൂടെ ഈ ഒരു സമയത്തുണ്ടെന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കുക. പിന്നെ ഇതിനെ വ്യാഴത്തെ എങ്ങനെ പോസിറ്റീവ് ആക്കാനുള്ള വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള റെമഡിയൊക്കെ പറയുന്നുണ്ട്. അത് ഒടുവിൽ പറയും, അത് കേൾക്കുക. വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മം കൂടെ നമുക്ക് നോക്കാം. വ്യാഴം നേരത്തെ പറഞ്ഞിരുന്നു 6ലും 8ലും ബാഡാണ്, അതേപോലെ 10ലെ ഫിക്സ് ആയിട്ടുള്ള ഒരു ഗുണമാണ്. അപ്പോൾ ആ ഒരു പൊസിഷൻ നിങ്ങൾ നോക്കണം. ബർത്തിയാട്ടിലെ ഈ ഓരോ ഗ്രഹത്തിനും പ്ലാനറ്ററി പൊസിഷന് എപ്പോഴും ഒരു പ്രാവശ്യയിലും ബർത്തിയാട്ട് ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ആരായാലും അത് ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചാർട്ട് കറക്റ്റ് എഴുതി വായിപ്പിക്കുക. ഏതൊക്കെ ഗ്രഹങ്ങൾ അലൈൻ ചെയ്ത് പോസിറ്റീവായിട്ട് നിൽക്കുന്നു, നെഗറ്റീവായിട്ട് നിൽക്കുന്നു, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രഹങ്ങളല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ അസുഖമല്ല, മെഡിക്കൽ അസ്ട്രോളജിയിലായാലും എന്തുകൊണ്ട് ഇന്ന അസുഖം ഉണ്ടാകുന്നു, ഓരോ അസുഖത്തെപ്പറ്റിയും നമുക്ക് മെഡിക്കൽ അസ്ട്രോളജിയിലായാലും റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ ഇപ്പോൾ ഫോറിൻ ട്രാവൽ ചെയ്യാൻ പറ്റുമോ, കുട്ടികളുണ്ടാവും, എപ്പോഴുണ്ടാകും, അന്നൊരു നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനെടുക്കാനും ഒക്കെ ഉള്ളൊരു പറ്റുന്നതായിട്ടുള്ള മോഡേൺ സയൻസ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ ഈ വാസ്തുവിനകത്തൊക്കെ ദോഷം ഉണ്ടാകുന്നു, നമുക്ക് നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്താൽ നെഗറ്റീവ് ദോഷം ഉണ്ടാകുന്നതൊരു സെയിം സംഭവമാണ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് കൂടെ നമുക്ക് അതുവരെ കണ്ടുപിടിക്കാം. അപ്പം ആ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഗ്രഹങ്ങളെ നെഗറ്റീവായി വരാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതിനെ പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആകുമെന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളിൽ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് നമുക്ക് കടലദാനം ചെയ്യുക. കടലദാനം ചെയ്യുക എന്നാൽ ഈ കടലയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഗുരുവിൻ്റെ റേഡിയേഷനാണ്. അപ്പം പ്രത്യേകിച്ച് മുടന്തര അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് കടലദാനം ചെയ്യുമ്പോൾ നമുക്ക് ശനിയെ കൂടെ ഇവിടെ പോസിറ്റീവാക്കാൻ പറ്റും, പ്ലസ് ഗുരുവിനെയും പോസിറ്റീവാക്കും. ഇങ്ങനെയുള്ള ഒരു റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ശനി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇങ്ങനെ പാവം പിടിച്ച ആൾക്കാരെ, ഈ പറഞ്ഞ ലേബേഴ്സ്, സ്വീപ്പേഴ്സ്, മുടന്തര ഇങ്ങനെയൊക്കെ ഉള്ള ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ ഒരു പടിക്ക് 2 പക്ഷി എന്നുള്ള രീതിയിൽ ഒറ്റ കർമ്മത്തിൽ കൂടെ നമുക്ക് 2 കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. അതുപോലെ ചെറിയ ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾ, ശകലം മഞ്ഞൾ നമ്മൾ വെള്ളത്തിലിട്ട് കുളിക്കുന്ന സമയത്ത് ഇച്ചിരി ഒന്നിട്ട് കുളിക്കുന്നത് നല്ലതാണ് ഗുരുവിനെ പോസിറ്റീവാക്കാൻ. അതുപോലെ ഒരു ശകലം
വെണ്ണ ഇങ്ങനെ ഇച്ചിരി ശകലം ഇതാക്കിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ തൊട്ട് ഇടുന്നത്, ഇച്ചിരി മഞ്ഞൾ, ശകലം മഞ്ഞൾ ചേർത്തിട്ട് വെണ്ണ തൊട്ടിടുന്നത് ശുക്രനെ ഈ പറഞ്ഞ വ്യാഴത്തെയും കൂടെ പോസിറ്റീവാക്കാൻ അനുകൂലമായിട്ടുള്ള സംഗതിയാണ്. അതുപോലെ പപ്പായ, നമ്മുടെ പപ്പായ ദാനം ചെയ്യുന്നത്, അതായത് ഓമയ്ക്ക ദാനം ചെയ്യുന്നത്, പ്രത്യേകിച്ച് പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നത് ഈ ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ളതാണ്. അതുപോലെ പപ്പായ കഴിക്കുന്നത് ഗുരുവിനെ പോസിറ്റീവ്, ഡെയിലി നമ്മൾ പപ്പായ ഒക്കെ കഴിക്കാതെ ഗുരുവിനെ പോസിറ്റീവാക്കാം. അപ്പോൾ ഗുരുവിൻ്റെ ആയിട്ടുള്ള പല മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം പല അസുഖങ്ങളും വയർ റിലേറ്റഡ് ആയിട്ടുള്ള, ഫാറ്റി ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോഴും ആ ഒരു കാര്യങ്ങൾ കുറയാനും, ഒബിസിറ്റി ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കുറയാനും ഉൾപ്പെടെ ഈ പപ്പായ ഒക്കെ ഉപകരിക്കുന്നതെന്നൂടെ മനസ്സിലാക്കുക. ആരാധനാലയങ്ങളിൽ സേവ നടത്തുക, അല്ലെ അമ്പലങ്ങളെ, പള്ളികളെ, അങ്ങനെയൊക്കെ ഉള്ള ഏരിയയിലൊക്കെ ഈ ഗുരു വസിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് സേവ ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ പപ്പായ കഴിക്കുന്ന പറഞ്ഞു, ഇപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസ് ഒന്നും പപ്പായ കഴിക്കല, അത് പ്രത്യേകിച്ച് പറയുവാണ്, അതുകൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക. അതുപോലെ ഗുരു സ്തോത്രം ചെയ്യുന്നത് നല്ലതാണ്, വളരെ അനുകൂലമായിട്ട് ഗുരുവിനെ പോസിറ്റീവാക്കാനായി. അതുപോലെ മഞ്ഞ ചരട് ധരിക്കുന്നത്, സ്വർണ്ണമാലയൊക്കെ ധരിക്കുക എന്ന് പറഞ്ഞ് ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ള, അത് ഗുരുവിൻ്റെ ഒരു മെറ്റലാണ് ഈ സ്വർണ്ണമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, മഞ്ഞ ചരട് അല്ലെങ്കിൽ നമുക്ക് അണ്ടർ ഗാർമെൻസിനോ അങ്ങനെ എന്തെങ്കിലുമുള്ള ആ മഞ്ഞ ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ മൊബൈലിൽ സ്ക്രീൻ സേവറായിട്ട് നമുക്ക് മഞ്ഞ യൂസ് ചെയ്യാം. നമുക്ക് ഈ മൊബൈലിൽ നിന്നൊക്കെ വീഴുന്ന പൈസ മാതിരിയുള്ള ഇങ്ങനെയുള്ള പിക്ചറുണ്ട്. ആ പിക്ചർ വേണമെന്നില്ല ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ, ഞാനപ്പോൾ അതിനകത്ത് ഓർക്കുവാണ് ഒരു പിക്ചർ ഇട്ടേക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള പിക്ചറൊക്കെ നിങ്ങൾ മൊബൈലിൽ സ്ക്രീൻ സേവറായിട്ടിടുക. അപ്പം നല്ല പൈസ. കാരണം ഈ ഇതെന്ന് പറഞ്ഞാൽ ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ വലിയ പൈസ, വലിയ സമ്പത്ത്, അതിൻ്റെ കൂടെ ഗ്രഹമാണ്. ശുക്രൻ്റെ കൂട്ട് വേറൊരു ഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ. ശുക്രൻ ഒരു പൈസയായ കാര്യം, സമ്പത്തും ആർഭാടവും എന്ന് പറഞ്ഞാൽ വ്യാഴം കുറേ കൂടെ വേറെ ഒരു സാത്വികനും ഒരുപാട് പൈസയും സമ്പത്തും അങ്ങനെയൊക്കെ ഉള്ളൊരു ഗ്രഹമാണ്. മരത്തിന് വെള്ളം ഒഴിക്കുന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഈ ശിവലിംഗത്തിൽ കടലിടുക, അപ്പോൾ ഗുരുവിനെ അത് പോസിറ്റീവാക്കാനുള്ള ഒരു കടല ഗുരു ഈ പറഞ്ഞ അല്ലെ അമ്പലത്തിലെ അങ്ങനെയുള്ള ഇവർക്ക് ദാനം ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളത്. അതുപോലെ മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുന്നത് ഗുരുവിനെ പോസിറ്റീവാക്കാനാണ്. നാമം ജപിക്കുന്നത് നല്ലതാണ്. അതുമല്ലെന്ന് ഈ ഗുരുവിൻ്റെ മൂലമന്ത്രം നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ അത് ജപിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഓൺലൈൻ അപ്പോയിൻമെൻറ്റ്, ഓൺലൈൻ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അതോ അല്ലെന്നൊരു നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ് അങ്ങനെയുള്ള ആവശ്യമുള്ളവർക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളെപ്പോഴേലും ഒരു പ്രാവശ്യമായാലും നമ്മളെ വൃത്തിയായിട്ട് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് വെച്ചേക്കണം. നമുക്ക് പ്ലാനറ്ററി പൊസിഷൻ ഏതാണ്, നമുക്ക് എങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് എടുക്കുന്നത് എന്നുള്ള നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പം നമ്മുടെ ഈ ഒരു നമുക്ക് സപ്പോസ് ഇപ്പോൾ ഇത് ശനിയുടെ മേളിൽ കേതു കണക്റ്റഡ് ആണ്, അപ്പോൾ നമുക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ജോബ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പൊസിഷനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം അതിന് നമ്മൾ റെമഡി ചെയ്യാൻ. അപ്പോൾ ആ ഒരു റെമഡി ചെയ്യുമ്പോൾ അപ്പം നമ്മുടെ ആ ശനി അവിടെ പോസിറ്റീവ് ആക്കുക. അങ്ങനെ ഓരോ ഗ്രഹത്തുമായിട്ട് ഈ രാഹു കേതു എവിടെ വന്ന് കണക്ഷൻ വന്നാലും 1592610371 അങ്ങനെയുള്ള ഒരു ആംഗിളിൽ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ 100% നമുക്ക് അതുമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. അപ്പം നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ നോക്കണം. ആ പ്ലാനറ്ററി പൊസിഷന് വേണ്ടിയുള്ള കർമ്മങ്ങൾ എല്ലാവരുടെയും വ്യത്യാസമായിരിക്കും. 100 പേരുണ്ട്, 100 പേരുടെയും വ്യത്യാസമായിരിക്കും. ഇല്ല ഡിഗ്രി കാര്യങ്ങളെല്ലാം വ്യത്യാസമാണ്. നിങ്ങളത് നിസ്സാര ഇതിൻ്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അപ്പോൾ ചില ആൾക്കാരുടെ ബർത്ത് ചാർട്ടിനകത്ത് ചന്ദ്രൻ പോലും 3.2 ഡിഗ്രിയിൽ ഈ പറയുന്ന ഏതെല്ലാം ആംഗിളിൽ ലഗ്നമായിട്ട് അലൈൻ ചെയ്ത 159261 ഇങ്ങനെ ഏതെല്ലാം ആംഗിളിൽ ലഗ്നവുമായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കിക്കുക, അപ്പോൾ എത്ര അക്യുറേറ്റായിട്ട് കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാനോ വാസ്തു നമുക്കിപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു വാസ്തുവിന് പോലും നമുക്കൊന്നും ചെയ്യേണ്ട, ഒരു വീട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജിയോജബ്ര പല രീതിയിലുള്ള സോഫ്റ്റ്വെയർ അവൈലബിളാണ്. അതിൽ നിന്ന് നമുക്ക് വാസ്തു എല്ലാം കണ്ടുപിടിക്കാനെടുക്കാനും അതിൽ നിന്ന് കണ്ടുപിടിച്ച സാറ്റലൈറ്റ് റൂമിൻ്റെ സഹായത്തോടെ കണ്ടുപിടിക്കാനും ബാക്കി കാര്യങ്ങൾ അല്ലെ ഇതുമായിട്ട് റിലേറ്റഡുള്ള കൺസൾട്ടേഷന് എന്ത് പേരും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന രീതിയിൽ വാട്സപ്പ് നമ്പറുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കാനോ എടുക്കാനോ താല്പര്യമുണ്ടെന്ന രീതിയിൽ കോൺടാക്ട് ചെയ്യാനാണ്. ആയിട്ടുള്ള കമൻറ്റ് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ട് കാര്യങ്ങൾ വിടുന്നതാണ്.
എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അത് ഇടുക. അതേമാതിരി ഇത് മറക്കാതെ ഇരിക്കുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.